എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു പെട്ടെന്ന്, അതായത് അടുത്ത ദിവസം തന്നെയുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ. ഈ ഒരു മോർണിംഗ് കണ്ടാൽ നമ്മൾക്ക് തോന്നുമോ, അതായത് ഒരു 10-15 ദിവസം നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു പനിയുടെ ഒരു തുടക്കമാണ് ഇവിടെ നിന്ന്. അപ്പം ഞാൻ ന്യൂ ഇയറിൻ്റെ വീഡിയോ ഇടുമ്പോൾ തൊട്ട് ഈ ഒരു പനിയുടെ കാര്യം പറയുന്നില്ലേ, ഒരു നീണ്ടു നിന്ന പനി തന്നെയായിരുന്നു അത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് വന്നു, കേരളത്തിലെത്തി. നമ്മളിനിയും കുറേ അമ്പലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഇതൊക്കെയുണ്ട്. അപ്പം ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അതിനൊക്കെ പറ്റുള്ളൂ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റു. ധനുമാസത്തിലെ തിരുവാതിര നാളായിരുന്നു അന്ന് കേട്ടോ. അന്ന് നമ്മൾ രാവിലെ ഫസ്റ്റ് പോകുന്നത് എറണാകുളത്തപ്പൻ ടെമ്പിളിലേക്കാണ്. അപ്പോൾ അവിടെ ശിവലയുടെ സമയമായിരുന്നു. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ ആനപ്പുറത്ത് എഴുന്നള്ളി പ്രദക്ഷിണമൊക്കെ വെച്ച് നടയിലേക്ക് കയറുമായിരുന്നു. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ഭയങ്കര ഒരു പോസിറ്റീവ് ഡേ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. തുടക്കത്തിൽ പോസിറ്റീവ് ഡേ തന്നെ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു, എക്സെപ്റ്റ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ആനയുടെ മുകളിൽ നിന്നിങ്ങനെ ആനപ്പാപ്പാനോ അല്ലെങ്കിൽ തിരുമേനിമാരോ ഒക്കെ ഇറങ്ങുമ്പോൾ അവരിങ്ങനെ ആനേനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു ലിറ്റിൽ കസിൻ ബ്രദർ ആകാശുണ്ട്. അവൻ ജനിച്ചത് തന്നെ ആനപ്പാപ്പാനാവാനായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ അത്രയും പാഷനേറ്റഡ് ആണ് ആനയുമായിട്ട്. അപ്പോൾ അവൻ്റെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവനിങ്ങനെ കാല് തട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം അതിനുശേഷം നോക്കുമ്പം എല്ലാ ആനപ്പാപ്പന്മാരും അങ്ങനെയാണ്. നമ്മളുടെ കുട്ടികളല്ലേ അധികം ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഞാൻ വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും ഇടാം കേട്ടോ, ഉടനെ തന്നെ ഇടാമേ. അപ്പം അവിടെ എത്തി. അതിനുശേഷം നാഗരുടെ അവിടെ സർപ്പത്താമാരുടെ അടുത്ത് വന്നിട്ട് പാടിപ്പിക്കുക എന്നൊരു, നമ്മുടെ വീട്ടിൽ പണ്ട് വലിയച്ഛനും വലിയമ്മച്ചി, അതായത് അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ പണ്ട് കാലത്ത് ഞാനൊരു 3-ലും 4-ലും അല്ലെങ്കിൽ 2-ലും 1-ലും ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഈ ഒരു സാധനമായിട്ട് മണ്ണാർശാലയിൽ നിന്ന് ആൾക്കാർ വരുമായിരുന്നു കേട്ടോ, പാടിപ്പിക്കാനായിട്ട്. മാസം തോറും അല്ലെങ്കിൽ വർഷം തോറും നമ്മുടെ വീടുകൾ കയറി ഇറങ്ങി പാടുന്നവരുണ്ടായിരുന്നു. നാഗദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടുന്നവരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വളരെ കുറച്ച് ചുരുക്കം അമ്പലങ്ങളിൽ മാത്രമാണ് കാണുന്നത്, ചക്കുളത്തുകാവ് അമ്പലം, ചെങ്ങന്നൂർ അമ്പലം, അതുപോലുള്ള സ്ഥലങ്ങളിൽ. അപ്പം അതേപോലെ ഇവിടെ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കേട്ടോ. അതിനുശേഷം അത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരാളുടെ പേരും നാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫുൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട് പാടിക്കുക. അപ്പം എല്ലാവരുടെയും പേരിൽ ചെയ്യണമെന്നൊന്നും ഇല്ല. ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്തണ്ട. ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. ഈ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ എന്നൊരു തോന്നലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് വരാനുള്ള നെഗറ്റീവ്സ് എല്ലാം മാറുന്നോ, ഇത് മൊത്തം പോസിറ്റീവ് ലൈഫ് ആകുന്നൊന്നും അല്ല. ഒരു മനുഷ്യനായാൽ ഉറപ്പായിട്ടും ഉയർച്ചയും താഴ്ചയും പോസിറ്റീവും നെഗറ്റീവും സുഖങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങളും സുഖങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒന്നും ലെവൽ കുറയ്ക്കാനോ കൂട്ടാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. വരാനുള്ളത് എന്തായാലും വരും. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടല്ലോ. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അല്ലാതെ എത്ര പൈസ ഉള്ളവർക്കും വിഷമം വരാം, എത്ര ദരിദ്രർക്കും സന്തോഷം വരാം അല്ലേ? ആ ഒരു വ്യൂ ഉണ്ടെങ്കിൽ നമ്മളൊരു അന്ധവിശ്വാസത്തിൽ പോയി ചാടില്ല. അതായത് ഇന്നത് ചെയ്താൽ അല്ലെങ്കിൽ ഒരാളെ കുരുതി കൊടുത്താൽ നമുക്ക് നല്ലത് വരുമെന്ന് വിശ്വസിക്കുന്ന മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും നമ്മുടെ ഭക്തി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ നമ്മുടെ നോട്ടീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉത്സവം വരാൻ പോവല്ലേ, അപ്പം നോട്ടീസ് എടുത്തിട്ടുണ്ട്. കാരണം രശ്മിച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നോട്ടീസ് കിട്ടുകയാണെങ്കിൽ മേടിച്ചോണേ ലക്ഷ്മി, നമുക്ക് പരിപാടിയൊക്കെ അറിയാമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പിമ്പിൽ ആനക്കുട്ടൻ നിൽക്കുന്നു. ആനക്കുട്ടൻ മാത്രമല്ല, അതിൻ്റെ കൂടെ ആനവണ്ടി നിൽപ്പുണ്ട് കേട്ടോ, ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനുള്ളത്. അപ്പോഴത്തേക്ക് എനിക്ക് കൈ പൊക്കിയിട്ടൊരു ഗുഡ് മോർണിംഗ് ഒക്കെ തന്നു. ഞാനും തിരിച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ തൊട്ട് തന്നെ എൻ്റെ ആ ഒരു സമയം തൊട്ട് തന്നെ എനിക്കിങ്ങനെ ജലദോഷ ഫീൽ, നമുക്കൊരു തലയ്ക്കടി കിട്ടിയ ഈ ചെവിയിൽ നിന്നൊക്കെ കിളികൾ പോയൊരവസ്ഥയില്ലേ, ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, തളരരുത് രാമൻകുട്ടി, അല്ല തളരരുത് ലക്ഷ്മിക്കുട്ടി എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന്, അപ്പോൾ ശമ്പട്ടം പറയാണ്, നമ്മൾ ആനയ്ക്ക് ഫുഡ് കൊണ്ടുവന്നില്ലല്ലോ അമ്മയെന്ന്. ഞാനും പറഞ്ഞു, മോനെ ഒരു ഫ്രൂട്ട്സ് കടയെ പോലും ഇല്ല, എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയാലൊന്നുമില്ല. അപ്പോൾ ശരി ഇനി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? നമ്മൾ പോകുന്നത് പോത്തീസിലേക്കാണ്. എന്താണ് കാര്യം എന്നല്ലേ? ഒരു കാര്യവും ഇല്ല. ഞാൻ ലാസ്റ്റായിട്ടൊരു ഹെവി ഷോപ്പിംഗ് നടത്തിയത് എപ്പോഴാണെന്നറിയാവോ? എനിക്ക് വേണ്ടി മെയിനായിട്ടൊരു ഷോപ്പിംഗ് അല്ലെങ്കിൽ കുറച്ചധികം ഡ്രസ്സുകൾ എടുത്തത് എൻ്റെ കല്യാണത്തിനാണ്, അതായത് ഒരു 9 വർഷം മുമ്പ്. അതിനുശേഷം പിന്നെ ഒരു ഡ്രസ്സിൻ്റെ കളക്ഷൻ എടുക്കുന്നത് എൻ്റെ ശമ്പൂട്ടിനുണ്ടായപ്പോഴാണ്. അപ്പോൾ തന്നെ മനസ്സിലാവല്ലോ എനിക്ക് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്ന കാര്യം പറ്റത്തേയില്ല.
എന്നോട് എൻ്റെ ചിറ്റ എപ്പോഴും പറയും 30 രൂപ ഉണ്ടെങ്കിൽ അവൾക്കുള്ള ഡ്രസ്സാവും. കാരണം എനിക്കങ്ങനെ വലിയ കോസ്റ്റ്ലി ഡ്രസ്സ് വേണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കണമെന്നോ ഒന്നുമില്ല. അതേപോലെ തന്നെ അത്രയും കാര്യമായിട്ട് ഞാൻ നോക്കുന്ന കാര്യമാണ് ഈ ട്രെൻഡിങ് ആയ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മുടെ ഒരു സമയത്തില്ലേ, നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അല്ല, നമ്മുടെയൊക്കെ ഒരു ടീനേജിൻ്റെ സമയത്തില്ലേ, ഒരു സിനിമ ഇറങ്ങിയാൽ അതിന് കണക്കാക്കിയിട്ടുള്ള ഡ്രസ്സുകൾ വരുമായിരുന്നു, ഓർണമെൻറ്റ്സ് വരുമായിരുന്നു. ഈ ചോക്ലേറ്റ് സിനിമയുടെ സാരിയൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഹൈപ്പിൽ നമുക്ക് ഉടുക്കാവുന്നല്ലാതെ പിന്നെ അതിനൊരിക്കലും ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ട്രെൻഡിനനുസരിച്ച് ഞാനൊരു കാര്യം ചെയ്യേയില്ല. അതെന്തോ എനിക്കൊരു ഇതാണ്. അപ്പോൾ എന്തായാലും പോത്തീസിൽ കയറുന്ന വഴിക്ക് അതിന് മുമ്പേ എനിക്കറിയാം ഇന്നത്തെ ഒരു ദിവസത്തെ പോക്കായത്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ കാര്യമായിട്ട് ഡ്രസ് സെൻസ് ഉള്ളവരല്ല, സെലക്ഷൻ ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടാൻ പോകുന്ന ഒരു പരിപാടിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോവാം എന്ന് കരുതി. കാരണം തൊണ്ട കുത്തി നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉച്ചയോടെ എൻ്റെ മിക്കവാറും എൻ്റെ കാലാവധി കഴിയും. എനിക്കിനി 2-3 ദിവസത്തേക്ക് ഇനി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ഇൻസ്റ്റൻറ്റ് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പവും കുറുമക്കറിയും ഒക്കെ മേടിച്ചങ്ങ് കഴിച്ചു. അപ്പം എനിക്കറിയില്ലല്ലോ ഇനി എന്താണ് വരാൻ പോകുന്നതെന്നോ, അല്ലെങ്കിൽ ഇനി 15 ദിവസം എനിക്ക് പനിയായിരിക്കുന്നതെന്നോ എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് മേടിച്ചെങ്കിലും അവരോട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. പക്ഷേ അവർക്കാണ് കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമേ വരുന്നുണ്ടായിരുന്നില്ല വായിൽ. അപ്പോൾ അതിനുശേഷം ഇനി ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലേക്ക് പറയാം കേട്ടോ. പോത്തീസിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം പോത്തീസിലൊക്കെ എപ്പോഴും ആഡിയോ ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെയിലും ഒക്കെ ഓഫേഴ്സൊക്കെ കാണുമല്ലോ. നമ്മൾ അങ്ങനെയാണ് പരസ്യങ്ങളിലൊക്കെ കേട്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഷോപ്പിംഗ് ചെയ്തപ്പോഴാണ് നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ മിന്ത്ര, ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്നൊക്കെ പേജുകളിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ 1000 രൂപയ്ക്കൊക്കെ നമുക്കൊരു ഔട്ട്ഫിറ്റ് നല്ലത് കിട്ടും. പക്ഷേ ഇവിടെ വന്ന് തൊടുന്നത് 3000-4000 രൂപയുടെ ഒരു ഡ്രസ്സ്. എന്നെ സംബന്ധിച്ച് അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എൻ്റെ ഡ്രസ്സുകളൊന്നും എനിക്ക് കീറിപ്പോവേ മോശമായി പോവുക ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഡ്രസ്സ് എടുത്താൽ അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഒരു ഡ്രസ്സ് എടുത്താൽ 10 വർഷത്തിന് മുകളിൽ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര വലുതായിട്ട് എൻ്റെ സൈസ് മാറാറുമില്ല. ചെറുതായിട്ടൊന്ന് ഞാൻ തടിക്കും, അതുപോലെ എനിക്ക് മെലിയാനറിയാം. അപ്പം എനിക്ക് എൻ്റെ ഒരു ബോഡിക്ക് അനുസരിച്ച് ഞാനൊരു നഴ്സിംഗ് ജോലി ഡൽഹിയിൽ ചെയ്തപ്പോൾ തൊട്ടുള്ള ഡ്രസ്സ് എനിക്കിപ്പോഴും പരുവമാണ്. ഇപ്പോഴും ഞാൻ അത് ഇടുന്നുണ്ട്. എൻ്റെ ഒന്നും മോശമായി പോകാറില്ല. ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല. ഞങ്ങൾക്ക് അടിക്കടി ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യം വരുന്നത് ശമ്പൂട്ടനാണ്. അവൻ്റെ സൈസ് എന്തായാലും മാറിക്കൊണ്ടിരിക്കുമല്ലോ. പ്രജി അതുപോലെ അങ്ങനെ ഒരു ഡ്രസ്സിന് അങ്ങനെ ക്യൂരിയസ് ആയിട്ടോ ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത് ഇടാവോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിന് അങ്ങനെയൊന്നും ഇടുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ ശരി, എന്താണെന്നറിയോ, നമ്മുടെ പോത്തീസിൽ നിന്ന് നമുക്ക് ശമ്പൂട്ടിന് മാത്രമുള്ള ഡ്രസ്സേ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഒരു ക്ഷീണം തീർത്ത് നമ്മൾ നേരെ കല്യാണിൽ പോയി. കല്യാണി ചെന്നപ്പോഴും ഇതേ അവസ്ഥ. നമുക്കിഷ്ടപ്പെടുന്നതിനെല്ലാം ഒരു 4000-ന് മുകളിൽ ഒരു പെയർ ഓഫ് ഡ്രസ്സിന്, അതായത് എനിക്കൊരു ചുരിദാറാണ് നോക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ഒരു ചിത്രമായിട്ട് തോന്നുന്നുണ്ടോ എന്നറിയില്ല, എന്നാലും ശരി, എന്നെ സംബന്ധിച്ച് ഒരു ഡെയിലി യൂസിനുള്ള ഒരു ഡ്രസ്സ് 4000 രൂപ അങ്ങനെ ഒരു റേഞ്ചിൽ ഇടേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 250 രൂപയുടെ ഡ്രസ്സും 400 രൂപയുടെ ഡ്രസ്സും ഞാൻ ഇടുന്ന ആളാണ്. ആ 4000 രൂപയുടെ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് നല്ല റേഞ്ചിലുള്ളതായി. വില കുറഞ്ഞ ഒരു 1000 രൂപയുടെ എടുക്കുമ്പോഴത്തേക്ക് മോശം ക്വാളിറ്റി ഓഫ് ഡ്രസ്സ്. അതിലും നല്ലത് എനിക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ മീഷോന്ന് വരെയും കിട്ടും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കല്യാണിൽ നിന്ന് നമ്മൾ എടുത്തില്ല. നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും എൻ്റെ തൊണ്ട പറയുന്നു, നീ ഇപ്പം കഴിച്ചോ, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രതീഷ് ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ട് പോയതിന് ശേഷം നമ്മുടെ ശമ്പൂട്ടൻ അൽഫാമിൽ ഒരു പിടി വീണിട്ടുണ്ട്. കാരണം നമ്മളങ്ങനെ എപ്പോഴും പുറത്ത് പോയിട്ട് അങ്ങനെ മേടിച്ചു ആൻഡമാനിലായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര പുറം ലോകമായിട്ട് എക്സ്പ്ലോർ വളരെ കുറവാണ്. നമ്മൾ പുറത്ത് പോകുന്നതും അല്ലെങ്കിൽ പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ അറിയുന്ന വെച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ കുറവായതുകൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾ കുറവായിരുന്നു, നമ്മുടെ ചിലവുകൾ കുറവായിരുന്നു. പക്ഷേ കേരളത്തിൽ വന്ന സ്ഥിതിക്ക് ഇനി അതൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്തായാലും ശമ്പൂട്ടൻ്റെ ആഗ്രഹപ്രകാരം അൽഫാമും പ്രജയ്ക്ക് വേണ്ടി ബിരിയാണിയും പൊറോട്ടയൊക്കെ മേടിച്ച് നമ്മളെല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചിട്ട് നേരെ പോയത് ഷീമാട്ടിയിലാണ്. ഷീമാട്ടിലും ഇതേപോലെ തന്നെ. അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി
ഇതൊന്നും കടകളുടെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റേഞ്ചുകളുടെയോ ഒന്നും കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. ഞാൻ അപ്ഡേറ്റഡ് അല്ല. ഇപ്പോൾ ഈ വന്ന കാലത്ത് നമുക്ക് നല്ലൊരു ഡ്രസ്സ് വേണമെങ്കിൽ ഇത്രയും തന്നെ പൈസ കൊടുക്കണം എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തന്നെ വന്നു തുടങ്ങി. ഞാൻ എത്ര കഞ്ചൂസാണോ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. എന്നാലും എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാൽ പോലും ഉടനെ 2 ഡ്രസ്സിൻ്റെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു. ഞങ്ങൾ പരസ്പരം ഞങ്ങളോട് തന്നെ പറയുകയാണ്, നമ്മളെന്താ രമണ ഇങ്ങനെയെന്ന്. കാരണം അറിയില്ല. എന്നാലും ഫുഡിന് കുറവൊന്നും വരുത്തിയില്ല. എന്തായാലും പനി വരാൻ പോവല്ലേ എന്ന് കരുതി ശമ്പൂട്ടനും ഞാനും കൂടെ ഒരു മിൽക്ക് ഷേക്ക് മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് മൂക്കൊലിച്ചിട്ട് ഇങ്ങനെ ഒരു കുടം താഴെ കൊണ്ട് വെച്ചാൽ മൂക്ക് നിറയുന്ന അത്രയും വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂക്കിൽ നിന്ന്, പ്ലെയിൻ വാട്ടർ. അപ്പം പണി കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ ഷീമാട്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം 7 മണി കഴിഞ്ഞ്. അപ്പോൾ നോക്കിക്കോടെ, രാവിലെ അമ്പലത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് 3 കടകളിൽ മാത്രം കയറി. അതായത് പോത്തീസ്, കല്യാണം, ഷീമാട്ടി 3 കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് വൈകുന്നേരം 7 മണിയായി. ഞങ്ങൾക്ക് 3 പേർക്കും 2 പെയർ ഡ്രസ്സും ശമ്പൂട്ടിനൊരു എക്സ്ട്രാ 3 പെയർ ഡ്രസ്സും മാത്രം എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഈ 3 കടകളിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യില്ലായിരിക്കും. നമുക്ക് സാധാരണ നമ്മുടെ ലോക്കൽ ഏരിയകളിലുള്ള തുണിക്കടകളിലൊക്കെ ഒന്ന് കയറാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തി. അതും പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെ ചെയ്യുള്ളൂ. കാരണം 1000 രൂപയ്ക്ക് എനിക്ക് ഓൺലൈനിൽ നിന്ന് എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് കിട്ടും എന്നൊരു ബോധ്യം എനിക്ക് വന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോഴത്തെ പനി വിശേഷങ്ങൾ അപ്പം അറിയാം.